നമസ്കാരം. ഭാഗവത കഥകൾ എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ 24ാമത് ദിവസത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭാഗവതത്തിൻ്റെ നവമ സ്കന്ധത്തിലെ 9ാമത് സ്കന്ധത്തിലെ ഇളാവൃത്തം എന്ന കഥയാണ്. ഇളയുടെ കഥ. ആരായിരുന്നു ഇള? ബ്രഹ്മാവിൻ്റെ മക്കളിൽ, പുത്രന്മാരിൽ ഏറ്റവും മൂത്ത ആളുടെ പേര് മരീചി. മരീചിയുടെ മകൻ്റെ പേര് കശ്യപൻ. ഈ കശ്യപന് 13 പത്നിമാരുണ്ടായിരുന്നു. അവരിലൊരാളായിരുന്നു അദിതി. അദിതി പ്രസവിച്ച പുത്രനാണ് വിവസ്വാൻ. ഇപ്പം ഇന്ദ്രനെ പറ്റി നമ്മൾ കഴിഞ്ഞ മറ്റൊരു അധ്യായത്തിൽ പറഞ്ഞപ്പോഴും കശ്യപൻ്റെയും അദിതിയുടെയും മകനാണ് എന്ന് പറഞ്ഞത് ഓർക്കണമല്ലോ. ഇനി വിവസ്വാന്റെ മകനാണ് വൈവസ്വതൻ. നമ്മൾ നേരത്തെ മത്സ്യാവതാരത്തിലൊക്കെ പറഞ്ഞ സത്യവ്രതൻ എന്ന് പറയുന്ന രാജാവാണ് പിന്നീട് വൈവസ്വതനായി എന്ന് പറയുന്നുണ്ട്. വൈവസ്വതൻ്റെ പത്നി ശ്രദ്ധ. അപ്പം വൈവസ്വതൻ എന്ന ഭർത്താവ്, ശ്രദ്ധ എന്ന ഭാര്യ, ഇവർക്ക് സന്തതികളില്ല, സന്താന ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ മിത്രാവരുണന്മാരെയും ഒക്കെ പ്രസാദിപ്പിച്ച് ഒരു പുത്രനെ വേണം എന്ന് പ്രാർത്ഥിച്ചു. വൈവസ്വതൻ പുത്രന് വേണ്ടി പ്രാർത്ഥിച്ചു. ശ്രദ്ധ പുത്രിക്ക് വേണ്ടി രഹസ്യമായി പ്രാർത്ഥിച്ചു. ഏതായാലും ഒരു പുത്രിയെയാണ്, പുത്രനോ പുത്രിയോ ആരെങ്കിലും ഒരാളല്ലേ ജനിക്കാൻ സാധ്യതയുള്ളൂ, ഒരു പുത്രിയെയാണ് ശ്രദ്ധ പ്രസവിച്ചത്. അവൾക്ക് ഇള എന്ന് പേരിട്ടു. രാജാവിന് അത്ഭുതമായി. ഞാൻ പ്രാർത്ഥിച്ചത് പുത്രൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു യാഗം നടത്തിയത്. എന്നിട്ട് എനിക്കൊരു പുത്രിയെയാണല്ലോ ലഭിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് കാരണം എന്ന് അദ്ദേഹം സംശയനിവൃത്തി വരുത്തിയത് വസിഷ്ഠനോടായിരുന്നു. എല്ലാം അറിയുന്ന വസിഷ്ഠന് കാര്യം മനസ്സിലായി. ഭാര്യ തിരിച്ചാണ് മകൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചതെന്നൊക്കെ വസിഷ്ഠന് മനസ്സിലായി. അപ്പം അദ്ദേഹം കഴിഞ്ഞ് രാജാവിനെ അതാണ് ഇഷ്ടമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, പുത്രിയെ പുത്രനാക്കി മാറ്റാം. അങ്ങനെ രാജാവിന്, രാജ്ഞിക്ക്, ശ്രദ്ധയ്ക്ക് മറിച്ചൊന്നും പറയാനാവില്ല. കാര്യം അവർ രഹസ്യമായിട്ടാണല്ലോ പ്രാർത്ഥിച്ചത്. ഭർത്താവ് അറിയാതെയാണല്ലോ പുത്രിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അങ്ങനെ ഇള എന്ന് പറയുന്ന പുത്രിയെ ഒരു മകനാക്കി, പുത്രനാക്കി കൊടുത്തു വസിഷ്ഠൻ. അങ്ങനെ മകന് സുദ്യുമ്നൻ എന്ന് പേരിട്ടു. സുദ്യുമ്നൻ വളർന്ന് പ്രായമായി, ചെറുപ്പമൊക്കെ ആയി. അപ്പം മഹാമേരുവിന് സമീപമുള്ള വനങ്ങളിൽ മൃഗയാ വിനോദത്തിന് വേണ്ടി പോയി. അപ്പം ഇങ്ങനെ വനത്തിൽ സഞ്ചരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഇദ്ദേഹത്തിന് വർഗഭേദം, ലിംഗഭേദം സംഭവിച്ച് ഈ സുദ്യുമ്നൻ പഴയ ഇള തന്നെ ആയിത്തീർന്നു. അതെങ്ങനെ സംഭവിക്കും? അതിനും ഒരു കാരണമുണ്ട്. എന്ത് കാര്യത്തിനൊരു കാരണമുണ്ടല്ലോ, ഇതിനും ഒരു കാരണമുണ്ടായിരുന്നു. അതൊരു കഥയാണ്. ഒരിക്കൽ ആ വനത്തിൽ ഈ ഭാഗത്ത് വെച്ച് പാർവതിയും പരമേശ്വരനും, ശ്രീ പരമേശ്വരനും കാമക്രീഡയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഇതറിയാതെ അബദ്ധത്തിൽ ചില മുനിമാർ അവിടെ ശിവനെ കാണാൻ വന്നു. പാർവതി ലജ്ജ കൊണ്ട് തപ്പിത്തടഞ്ഞ് എഴുന്നേറ്റ് പുടവ എടുത്ത് വളരെ പെട്ടെന്ന് ഉടുത്ത് നഗ്നത മറച്ചു, നാണം മറച്ചു. മുനിമാർക്കും ആകെ വല്ലാതെ പ്രയാസമായി പോയി. അവരും ആ രംഗത്ത് നിന്ന് പെട്ടെന്ന് തന്നെ പിൻവാങ്ങി. അയ്യോ, ഞങ്ങൾ അറിഞ്ഞില്ല, അബദ്ധം പറ്റിയതാണ്. പക്ഷേ പാർവതിക്ക് അത് വലിയ ആ സംഭവം വലിയൊരു അപമാനമായിട്ട് തോന്നി. അങ്ങനെ പാർവതി ശപിക്കുകയാണ് അവിടെ വെച്ച്. ഈ വനത്തിൽ കടക്കുന്ന പുരുഷന്മാർ സ്ത്രീകളായി പോകട്ടെ എന്ന് പാർവതി ശപിക്കുകയാണ്. ഇതറിയാതെയാണ് സുദ്യുമ്നൻ നായാട്ടിൻ്റെ ഭാഗമായിട്ട് ആ വനത്തിൽ ചെന്ന് ചാടിയത്. അങ്ങനെ അദ്ദേഹത്തിന് പാർവതിയുടെ ശാപം അവിടെ നിലനിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ലിംഗഭേദം സംഭവിച്ച് ഇളയായി മാറി. വളരെ സുന്ദരിയായ ഒരു യുവതിയായിരുന്നു ഇള. ഈ ഇള ബുധനുമായി കണ്ടുമുട്ടി. ബുധൻ ഇളയിൽ അനുരക്തനായി വിവാഹം കഴിച്ചു. അവർക്കൊരു മകൻ ജനിച്ചു.
ആ മകൻ്റെ പേരാണ് പുരൂരവസ്. അപ്പം മകനും ജനിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വസിഷ്ഠനെ കണ്ടപ്പോൾ ഇള പരാതി പറഞ്ഞു. പഴയ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ പരാതി പറഞ്ഞു. ഇങ്ങനെ ലിംഗഭേദം സംഭവിച്ചതുമൊക്കെ പറഞ്ഞു. അപ്പോൾ വസിഷ്ഠൻ അവളെ ശിവന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് എല്ലാവരുടെയും കാര്യം നടക്കണമല്ലോ, രാജാവിൻ്റെ രാജ്ഞിയുടെ ആഗ്രഹം നിറവേറണം, പാർവതിയുടെ ശാപമാണെങ്കിൽ സത്യമായി തീരുകയും വേണം. അപ്പൊ ശിവൻ ഒരു കണ്ടീഷൻ വെച്ചു, വ്യവസ്ഥ വരുത്തി. 1 മാസം പെണ്ണായിരുന്നാൽ അടുത്ത മാസം ആണായിരിക്കും. അങ്ങനെ പെണ്ണായിരിക്കുമ്പോൾ ഇള എന്നും ആണായിരിക്കുമ്പോൾ ഇളൻ എന്നും പേര് കൊടുത്തു. ആ ഇളന് പിന്നീട് ഉൽക്കലൻ, ഗയൻ, വിമലൻ എന്ന് 3 പുത്രന്മാരുണ്ടായി. പുത്രന് പകരം പുത്രി ജനിച്ചതിലും ഒടുക്കം പുത്രനും പുത്രിയും ഇല്ലാതായതിലും നിരാശനായി തീർന്ന വൈവസ്വതൻ 100 കൊല്ലം ശിവനെ തപസ് ചെയ്യുകയും പുത്രകാമേഷ്ടി യാഗം നടത്തുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ടായി. അവരുടെ ഓരോരുത്തരുടെയും പേരുകൾ ഈ അവസരത്തിൽ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഈ സന്തതി പരമ്പരയാണ് പിന്നീട് ഭാഗവത കഥകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നന്ദി, നമസ്കാരം.